ട്രംപിൻ്റെ സ്വപ്ന പദ്ധതി ഗാസ പിടിച്ചെടുക്കുക, അവിടുത്തെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതെല്ലാം മാറ്റി, റബിൾസ് എല്ലാം മാറ്റിയിട്ട് അവിടെ ലോകത്തെ ഏറ്റവും മനോഹരമായ ബീച്ച് നഗരമുണ്ടാക്കുക. നടക്കുമോ? കാരണം ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഒരു ബദൽ പദ്ധതി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അറബ് രാജ്യങ്ങൾ ബദൽ പദ്ധതി ഉണ്ടാക്കി അതുമായിട്ട് എന്തായാലും ട്രംപിനെ പോയി കാണണം, ട്രംപ് സമ്മതിക്കണം. പക്ഷേ അദ്ദേഹത്തിന്, മസ്കിന്, അദ്ദേഹത്തിൻ്റെ മരുമകന്, ട്രംപിൻ്റെ മരുമകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ റിയൽ എസ്റ്റേറ്റിൽ വലിയ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഒരുമിച്ചൊരു പദ്ധതിയുമായിട്ട് വന്ന ട്രംപ് മാറ്റിവെക്കുമോ? അത് സംഘർഷത്തിലേക്കാണ് പോകുന്നതെന്ന് ഈ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. കാരണം അതൊരു റിവിയറ ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ കെയ്റോയിൽ ഉച്ചകോടി നടന്നു അറബ് ലീഗിന്റെ, അതിൻ്റെ അകത്താണ് ബദൽ പദ്ധതി വന്നിരിക്കുന്നത്. ആ ഉച്ചകോടി നടക്കുന്നുണ്ട് എന്നുള്ളത് നെതന്യാഹുവിനെ അറിയാമല്ലോ. അപ്പൊ തലേന്ന് ഒന്നുകൂടി നെതന്യാഹു ആവർത്തിച്ചു, ട്രംപിന്റെ പദ്ധതി ഉഗ്രനാണ്, ഞങ്ങൾ അതിനെ സർവാത്മന പിന്തുണയ്ക്കുന്ന. നീയൊക്കെ യോഗം ചെയ്തതാണെങ്കിലും കണ്ടോ, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഇസ്രായേൽ സമ്മതിക്കണം, അമേരിക്ക സമ്മതിക്കണം, അല്ലെങ്കിൽ പദ്ധതി അലമാരയിരിക്കും. ആ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിപൊട്ടും. ഇപ്പൊ തന്നെ വെടി നിർത്തലൊന്നും കാര്യമായിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല. അപ്പൊ ഈ പദ്ധതി ഈജിപ്തിന്റെ നിർദ്ദേശമായിരുന്നു. അറബ് ലീഗിന്റെ ഉച്ചകോടി നടന്നു, സമ്മതിച്ചു. $53 ബില്യൺ വരുന്നത്. അത് 4.6 ലക്ഷം കോടി രൂപ നമ്മുടെ ഇതിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 5 ലക്ഷം കോടിയായിട്ടൊക്കെ കണക്കാക്കാം. വലിയ തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലസ്തീൻ അതോറിറ്റി ആണ് ഈ പണിയുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴേ നമുക്കറിയാം നടക്കില്ല. പലസ്തീൻ അതോറിറ്റി അമേരിക്കയും ഇസ്രായേലും അംഗീകരിച്ചിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നത് ഈ പദ്ധതി നടക്കില്ല എന്ന് ഈ അറബ് രാജ്യങ്ങൾക്ക്, ഈജിപ്തിന് തന്നെ അറിയാം. എന്നാൽ പിന്നെ ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ത് ചെയ്യാൻ? അവസാനം ട്രംപ് സമ്മതിച്ചില്ല. ഗാസ എന്ന് പറഞ്ഞാൽ വിങ്ങി നിൽക്കുന്ന വികാരമാണ്. അപ്പൊ ഞങ്ങളും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ കയ്യിലല്ല, എല്ലാം പടച്ചതമ്പുരാന്റെ തീരുമാനം എന്ന് പറഞ്ഞ് കൈയൊഴിയാം. അപ്പൊ ഇത് ട്രംപിനെതിരെയാണ്. അമേരിക്കൻ ഉടമയിലേക്ക് ഗാസ പോകുന്നത് ഇഷ്ടമല്ല എന്ന് വരുത്താനാണ്. ഇതിൽ വോട്ടിംഗ് ഒക്കെ നടന്നായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ആ വോട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല, റിപ്പോർട്ടുകളിലൊന്നും കാണുന്നില്ല. ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി ആണ് നിർദ്ദേശം വെച്ചത്. നെതന്യാഹു തുണച്ചതിന്റെ പിന്നാലെയൊക്കെയായിരുന്നു. ഇതിന് ഈജിപ്ത് ഒരു 90 പേജുള്ള ഭയങ്കര ഗ്ലോസി പേപ്പറിലൊക്കെ അച്ചടിച്ച ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയുള്ള അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജ്യാന്തര സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലസ്തീൻ ആദ്യം ഉണ്ടാകണം, ഗാസയിൽ ഒരു ഭരണസമിതി വേണം ഇതിന്, പിന്നെ ട്രസ്റ്റ് ഉണ്ടാക്കും. ഈ മൊത്തം പദ്ധതി നടപ്പാക്കാനായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കും. പക്ഷേ ഈ മൊത്തം പദ്ധതിയിൽ, ആ പദ്ധതി ഡോക്യുമെന്റിലും ബ്ലൂ പ്രിന്റ് ഹമാസിന്റെ പേരില്ല. ഹമാസ് എന്ന് പറഞ്ഞൊരു സംഗതിയെ ചെത്തിയ ശേഷമാണ് ഈ ഈജിപ്ത് പദ്ധതി. അല്ല, ഇനി ഒരിക്കലും ഗാസയിൽ ഹമാസ് ഉണ്ടാവത്തില്ല എന്ന് ട്രംപ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവർ വെക്കുന്ന ഒരു കണ്ടീഷൻ, ഞങ്ങൾ ഹമാസിനെ പൂർണ്ണമായും തള്ളിക്കളയാം, ഞങ്ങളുടെ ഈ പദ്ധതി അംഗീകരിക്കുക. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഇവരുടെ ഒരു വിഷൻ ഡോക്യുമെന്റിൽ ഒരുപക്ഷെ ട്രംപ് പറഞ്ഞ പോലെയുള്ള വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു വലിയ സിറ്റി തന്നെയായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് അവര് ട്രംപിന് വേണ്ടി ഇവരുണ്ടാക്കി. അതിന്റെ കൂട്ടത്തിൽ ഈ പാവങ്ങൾ ആ മൂലയ്ക്ക് എങ്ങനെയും കഴിഞ്ഞോട്ടെ, കടൽ തീരം ചേട്ടന് തന്നേക്കാം. ട്രംപ് പറഞ്ഞിരിക്കുന്ന ഗാസക്കാരെ ഈജിപ്തിലോ ജോർദാനിലോ പാർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് ജോർദാൻ അഭിപ്രായമൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അബ്ദുള്ള രാജാവ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹമാസ് ഈ സംഭവത്തിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗാസ ഇല്ലാതാവുന്നില്ലല്ലോ, അപ്പോൾ ഹമാസ് സ്വാഗതം ചെയ്യുന്നു. ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭരണത്തിലൊന്നും താല്പര്യമില്ല, ഞങ്ങൾ മാറിയാണ്, വെടിവെപ്പിലാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വോളണ്ടറി അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് തന്നെത്താനെയുള്ളതോ ബലം പ്രയോഗിച്ചുള്ളതോ ആയ ഇവരുടെ എടുത്തു മാറ്റല്, പലസ്തീൻകാരെ നീക്കിക്കളയൽ, അത് സമ്മതിക്കില്ല
അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞു, ഇവർക്ക് ആകെയുള്ള വിനോദം വെടിവെക്കുക, ആളുകളെ കൊല്ലുക എന്നുള്ളതാണ്. അതിന് എന്നിട്ട് ഇവർക്ക് വിളിക്കണം. അതിനുവേണ്ടി ഹ്യൂമൻ ഷീൽഡായിട്ട് പാവപ്പെട്ട പലസ്തീനികളെ വേണം. അതുകൊണ്ടാണ് ഇവർ മാറ്റില്ല, സ്ത്രീകളെയും കുട്ടികളെയും. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ എക്സ്പോസ്ഡ് ആയി. അതെ, പിന്നെ വളരെ എളുപ്പമാണ്. മറ്റേ ബോംബിടാനായിട്ട് നോക്കണ്ട, നേരെ പോയിട്ടാ മതി. പൗരന്മാരാണോ എന്ന് നോക്കേണ്ട കാര്യം. അതെ അതെ, അതുകൊണ്ടാണ് ഇവരെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അല്ല, ഇവരോട് സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല. കാരണം നമ്മൾ മുമ്പ് വായിച്ചില്ലേ, ഈ യുദ്ധസമയത്ത് ഈ പലസ്തീനികൾക്ക് വേണ്ടി വന്നിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ അടങ്ങുന്ന ട്രക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയി അവിടെ ബ്ലാക്കിൽ വെക്കും. എന്താ, സൗജന്യമായിട്ട് കൊടുക്കണ്ടേ ഇവരോട് സ്നേഹമുണ്ടെങ്കിൽ? എന്നിട്ട് ആരോ 1-2 പേര് അവിടുന്ന് ഈ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് പലസ്തീനികൾ ഇവർ വെടിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിഗരറ്റൊക്കെ. അപ്പൊ ഭരണസമിതിയിൽ ടെക്നോക്രാറ്റുകളായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ്റെ. അതൊന്നും മനസ്സിലാകാത്ത കാര്യമാണ്. ഹമാസിന്റെ റോള് ഈ പറഞ്ഞ പോലെ രേഖയിൽ തീരെ ഇല്ല. പക്ഷെ രേഖയിൽ ഒരു വാചകമുണ്ട്, അത് ഹമാസിനെ പറ്റിയായിരിക്കും. ഒബ്സ്റ്റക്കിൾ ഓഫ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ ഈ തീവ്രവാദി സംഘടനകൾ ഒരു തടസ്സമാണ്, വിഘ്നമാണെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹമാസിനെ വെട്ടിയിട്ടുണ്ട്, ഇതിൽ നിന്ന് വെട്ടുന്നു. സംഘർഷ കാരണം ഈ ഹമാസാണ് എന്നുള്ളതും അവരംഗീകരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പൊ ചില അറബ് രാജ്യങ്ങൾ ഹമാസിനെ മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്ത് കളയണമെന്ന് അഭിപ്രായപ്പെട്ടു ഉച്ചകോടിയിൽ. ഏതൊക്കെ രാജ്യങ്ങളാന്ന് പറഞ്ഞിട്ടില്ല. ഹമാസ് ഇനി മേലാലും ഉണ്ടാകരുത്, തകർത്ത് കളയണം, ആ സംഘടന പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാസ ഭരിക്കാനായിട്ടില്ലെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ നിരായുധീകരിക്കാൻ അവർ സമ്മതിക്കില്ല എന്നും ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രതികരണത്തിൽ. അപ്പോൾ നെതന്യാഹു പലസ്തീൻ അതോറിറ്റിയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ഭരണവും അവരുടെ മേൽനോട്ടവും ഈ പണിയൊന്നും അംഗീകരിക്കില്ല. അടുത്ത മാസം ഇതിനു വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി രാജ്യാന്തര സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി. അപ്പോൾ നല്ല പണമുള്ള, പൂത്ത പണമുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഈ സമ്പന്ന രാജ്യങ്ങൾ. നിങ്ങളിങ്ങനെ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ, ഈജിപ്താണല്ലോ മുമ്പോട്ട് വന്നിരിക്കുന്നത്, ആ പണിതുയർത്തുന്ന കെട്ടിടങ്ങൾ ഭാവി എന്തെങ്കിലും കാരണവശാൽ തകരില്ല എന്നുള്ള ഉറപ്പ് വേണം. അതങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റും? ഞങ്ങൾ പൈസ കൊടുക്കുകയാണല്ലോ, ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ ഈ കെട്ടിടങ്ങളൊക്കെ ഉയർത്തുന്നേ. അത് യുദ്ധം കാരണോ ഹമാസ് കാരണോ അപ്പൊ ഈ അത് ബോംബിട്ടിട്ടോ ഒന്നും പൊളിയാൻ പാടില്ല. ഇസ്രയേൽ വന്ന് ബോംബിടാതിരിക്കണമെങ്കിൽ, പൊളിയണമെങ്കിൽ ഇസ്രയേൽ ബോംബിടണം. ഇസ്രയേൽ ബോംബിടാതിരിക്കണമെങ്കിൽ അവിടെ ഹമാസ് പാടില്ല. അതെ, അപ്പൊ ഹമാസ് ഉണ്ടാവരുതെന്ന് നിങ്ങൾ ഉറപ്പാക്കണമെന്നാണ് പരോക്ഷമായി പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹമാസിന്റെ മരണമണിയാണ് മൊത്തത്തിൽ ഈ രേഖ എന്നാണ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവസാനം തോന്നുന്നത്. ഹമാസിനെ മാറ്റിത്തരാം, ഞങ്ങളെ പൊറുക്കാൻ അനുവദിക്കണം എന്നൊരു ആവശ്യപ്പെടലാണോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. 3 ഘട്ടങ്ങളായിട്ട് നടപ്പാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. 6 മാസം കൊണ്ടാണ് ആദ്യഘട്ടം. അത് ഈ അവശിഷ്ടം നീക്കല, റബിൾസ്, ഇപ്പൊ പൊടിയും അതും ഒക്കെ ഇല്ലേ, തകർന്നു വീണ കല്ലുമൊക്കെ. അടുത്ത 2 ഘട്ടങ്ങൾ ഒരുപാട് വർഷങ്ങൾ എടുക്കും ഈ പണിയുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ലക്ഷം പലസ്തീനികൾ പലായനം ചെയ്ത് പോയിട്ടുണ്ട്. അവരെ തിരിച്ചു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ടെമ്പററി കണ്ടെയ്നേഴ്സിൽ താമസിപ്പിക്കുന്ന ഈ രേഖയിലുണ്ട്. വീട് പോലുള്ള കണ്ടെയ്നറുകൾ. 90% വീടുകളും തകർന്നതായിട്ട് UN പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹമാസ് ഉള്ള രേഖയല്ല ഇത്. ഏതായാലും ഈ രേഖ കൊള്ളാം, ജലരേഖയാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ട്രംപാണേ മറ്റേ ശങ്കരാടിയുടെ കയ്യിൽ രേഖ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ പോലെ അല്ലേ. ഏതായാലും ട്രംപിന് ഇത് വയബിളായിട്ട് തോന്നാം. ട്രംപ് അമേരിക്കയ്ക്ക് താല്പര്യം, അല്ലെങ്കിൽ ട്രംപിൻ്റെ സ്വന്തം താല്പര്യവും കൂടിയുണ്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഗസ പുനർനിർണ്ണയിക്കുക, അത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ, വിനോദസഞ്ചാര കേന്ദ്രമായി മാറണമെന്നുണ്ടെങ്കിൽ അവിടെ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് റവന്യൂ വേണമെങ്കിൽ വിനോദസഞ്ചാരികൾ വേണം. അവിടെ പിന്നെ ഈ വെടിവെപ്പും തീവ്രവാദവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഈ ജറേദ് കുഷ്ണർ മരുമകൻ ട്രംപും ഒക്കെ ഉള്ള ഒരു പുനരുദ്ധാരണ പരിപാടി കൺസോർഷ്യം ഒക്കെ ആണെങ്കിൽ അതിൽ സൗദി രാജകുമാരൻ ഉണ്ടാവുന്ന ഉറപ്പാണ്. സൽമാൻ രാജകുമാരൻ ഉറപ്പാണ്. എന്ത് അമേരിക്കയുടെ എന്ത് പരിപാടിക്കും
MBS ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് ടോർപിഡോ ചെയ്യാനും MBS മതി. അതെ അതെ. ഏതായാലും ഗസ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.